നമസ്കാരം. ഞാൻ ഡോക്ടർ അഞ്ജലി അമൽ, ആയുർവേദ കൺസൾട്ടന്റ് വർക്കിംഗ് വിത്ത് ആയുഷ് ശക്തി ഇൻ മുംബൈ. നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ വേസ്റ്റ് ആയിട്ട് പോകുന്ന മലം ഉണ്ടല്ലോ, മലം നോക്കി നമ്മുടെ ശരീരത്തിൽ കാണിച്ചു തരുന്ന കുറച്ച് വാർണിംഗ് സയൻസിനെ പറ്റി പറയാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. കേൾക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് മോശക്കേട് തോന്നുമായിരിക്കും. പക്ഷേ നമ്മുടെ ആയുർവേദപരമായിട്ട് നോക്കുകയാണെങ്കിൽ ആയുർവേദത്തിൽ ഷഡ്വിധ പരീക്ഷയിൽ ഒരു പരീക്ഷയാണ് ഈ മലപരീക്ഷ എന്ന് പറയുന്ന ഒരു കാര്യം. മലപരീക്ഷ എന്ന് പറയുന്നത് സ്റ്റൂൾ എക്സാമിനേഷൻ. മോഡേൺ ടേമിലും ഈ ഒരു സ്റ്റൂൾ എക്സാമിനേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. മലത്തിന്റെ സ്മെല്ല്, ക്വാണ്ടിറ്റി, അതിന്റെ കളറ്, അതിന്റെ ഫോം ഇതൊക്കെ നോക്കിയിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഏത് ദോഷമാണ് ഇംബാലൻസ് ആയിട്ട് നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാനിവിടെ ഒരു 7 കാറ്റഗറി ആയിട്ട് തിരിക്കുന്നുണ്ട്. ഈ ഒരു 7 കാറ്റഗറിയിൽ നിങ്ങൾ നോക്കാൻ നിങ്ങളുടെ മലത്തിന്റെ ഒരു ക്വാണ്ടിറ്റി എങ്ങനെയാണ്, അതുപോലെ വീഡിയോയുടെ അവസാനം ഈ ഒരു 7 കാറ്റഗറിയിലുള്ള ഒരു പരിഹാരം ഞാൻ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നറിയാനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ കാറ്റഗറി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ മലം നന്നായിട്ട് ഹാർഡ് ആയിട്ട് പോവാണ്, ഡ്രൈ ആയിട്ടാണ്, ചെറിയ ചെറിയ പ്ലേസസിൽ കുറച്ച് ക്രാക്കി ആയിട്ടാണ് കാണുന്നതെങ്കിൽ ശരീരത്തിൽ വാതദോഷം നന്നായിട്ട് കൂടി നിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇതിന്റെ കാരണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഒരു കാരണം പ്രായമായവരിൽ കോമൺ ആയിട്ട് കണ്ടുവരും. അതുപോലെ നന്നായിട്ട് ഉപവാസം ചെയ്യുക, ഫാസ്റ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്നവരാണ്. ഭക്ഷണത്തിൽ നന്നായിട്ട് തണുത്ത ഭക്ഷണങ്ങൾ, ഡ്രൈ ആയിട്ടുള്ള നല്ല കുറെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നവരിലും ഇത്തരത്തിൽ കാണാനായിട്ട് പറ്റും. പിന്നെ കൂടുതലായിട്ട് ട്രാവലിംഗ് ചെയ്യുക, നന്നായിട്ട് സ്ട്രെസ്സും ആൻസൈറ്റിയും ഉള്ളവരിലും ഇത്തരത്തിൽ ഡ്രൈ ഫോമിലുള്ള സ്റ്റൂളാണ് കോമൺ ആയിട്ട് കാണുക. രണ്ടാമത്തെ ഒരു കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ദഹനം മോശമാവുന്ന ഒരു സമയം, അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിയായിട്ട് ദഹിക്കാതിരിക്കുമ്പോൾ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻസ് അബ്സോർപ്ഷൻ ചെയ്യില്ല, ഇത്തരത്തിലും കാണാം. മൂന്നാമത്തെ ഒരു കാരണം നോക്കുകയാണെങ്കിൽ ശരീരത്തിൽ ജലാംശത്തിന്റെ അളവ് നന്നായിട്ട് കുറഞ്ഞു വരുമ്പോഴും ഇത്തരത്തിലുള്ള ഒരു ഡ്രൈ സ്റ്റൂൾ കോമൺ ആയിട്ട് കാണാനായിട്ട് പറ്റും. രണ്ടാമത്തെ ഒരു കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ മോഷൻ നന്നായിട്ട് ഒരു വെള്ളം പോലെ പോവാണ്, നന്നായിട്ട് ഒരു ലൂസ് ഫോമിലാണ് പോകുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഒരു മഞ്ഞ ഗ്രീനിഷ് കളറായിട്ട് കാണുന്നുണ്ട്, കുറച്ച് ദുർഗന്ധം പോലെയുള്ളതാണെങ്കിൽ ശരീരത്തിൽ പിത്തദോഷം കൂടുമ്പോഴാണ് ഇത്തരത്തിലൊരു ഫോം കാണാനായിട്ട് പറ്റുക. ഇതിന്റെ കാരണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഈ പുളിപ്പിച്ച ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കുന്നവരാണ്, ദേഷ്യം നന്നായിട്ട് കൂടി നിൽക്കുന്നവരാണ്, ഈ ചൂടുള്ള പ്രദേശങ്ങളിൽ കുറെ നിൽക്കുന്നവരാണെങ്കിൽ അവരിലും ഈ ഒരു ഫോം കാണാനായിട്ട് പറ്റും. അടുത്തതായിട്ട് നിങ്ങളുടെ മോഷൻ വളരെ സ്റ്റിക്കി ആയിട്ട് തോന്നുകയാണ്, മലത്തിന്റെ കൂടെ കുറച്ചൊരു മ്യൂക്കസ്, കഫത്തിന്റെ മിക്സിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്, വളരെ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ മലം പോവാണ്, അല്ലെങ്കിൽ മലം പോയതിനു ശേഷം ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് തോന്നില്ല, വയറെപ്പോഴും ഇങ്ങനെ വീർത്തിരിക്കുന്ന പോലെയൊക്കെ തോന്നുകയാണെങ്കിൽ ശരീരത്തിൽ കഫദോഷം കൂടുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റുക. ഇതിന്റെ കുറച്ച് കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ദഹനം വളരെ മോശമായിട്ട് കാണുമ്പോഴാണ് ഈ ഒരു മോഷൻ നമുക്ക് കാണാനായിട്ട് കിട്ടുക. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ ഭക്ഷണത്തിന് കൂടുതലായിട്ട് ഓയിലി പോലെയുള്ള കാര്യങ്ങൾ, സ്വീറ്റ്സ് നന്നായിട്ട് കഴിക്കുകയാണ്, ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്നതിലൂടെയും ഇത്തരത്തിൽ കാണാനായിട്ട് പറ്റും. നാലാമത്തെ കാറ്റഗറി നോക്കുകയാണെങ്കിൽ മലത്തിൽ നന്നായിട്ട് ഒരു പത പോലെ തോന്നുന്നു, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പോകാൻ തോന്നുന്നു, ഒരു ഇറഗുലർ ആയിട്ടുള്ള ഒരു മോഷൻ, വയറിൽ നന്നായിട്ട് ഒരു വേദന, അല്ലെങ്കിൽ വയറിൽ നിന്നൊരു സൗണ്ട് പോലെ ഗുറുഗുറു പോലെ എന്തെങ്കിലും സൗണ്ട് പോലെയൊക്കെ തോന്നുക, നന്നായിട്ട് ഒരു ഹെവിനെസ് പോലെ തോന്നുകയാണെങ്കിൽ ഇതൊരു ക്രോണിക് ബവൽ ഡിസീസ് അങ്ങനെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് കോമ്പിനേഷൻ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാറ്റഗറിയാണ് മിക്സഡ് സ്റ്റൂൾ, അതായത് ലൂസ് മോഷൻ. ചില സമയത്ത് ലൂസ് മോഷൻ നന്നായിട്ട് തോന്നും, ചില സമയത്ത് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം നന്നായിട്ട് തോന്നും, ചില സമയത്ത് മോഷന്റെ ഫ്രീക്വൻസി നന്നായിട്ട് കൂടുക, ക്വാണ്ടിറ്റി ചെറുതായിട്ട് കുറച്ച് കുറച്ചായിട്ട് കുറെ സമയം പോവുക. ഇത്തരത്തിലുള്ള കണ്ടീഷൻ നമുക്ക് പറയുന്നതാണ് IBS, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി അവസാനമായിട്ട് ഇതിന്റെ കൂടെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, നിങ്ങൾ കഴിച്ച ഭക്ഷണം അപ്പാടെ നിങ്ങളുടെ മലത്തിലൂടെ പോവുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ദഹനം വളരെ മന്ദഗതിയിലാണ്, അതുപോലെ തന്നെ കഴിച്ച ഭക്ഷണം കുറച്ച് ഹെവി ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കഴിച്ചത് ശരിക്കും ദഹിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ഇങ്ങനെ പോകുന്നെന്നുള്ളൊരു കാര്യം. നമ്മൾ ആയുർവേദത്തിൽ ഒരു കാര്യം പറയും കേട്ടോ, ദിവസത്തില് ഒരു വട്ടം മലം പോയവൻ യോഗി എന്നാണ് പറയുക, 2 വട്ടം പോയവൻ ഭോഗി, 2-ൽ കൂടുതൽ വട്ടം പോയവൻ രോഗി എന്നാണ് നമ്മൾ ആയുർവേദത്തിന്റെ ചൊല്ല് പറയുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ അവസാനമായിട്ട് പരിഹാരത്തിലേക്ക് കിടക്കാം. പരിഹാരം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മുടെ ഭക്ഷണ രീതിയിലും ജീവിതശൈലിയിലും വരുത്തേണ്ട കുറച്ച് മാറ്റങ്ങൾ. ആദ്യത്തെ ഒരു കാറ്റഗറി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങളുടെ മോഷൻ ഇപ്പോൾ വളരെയധികം ഹാർഡായിട്ട് പോവാണ്, കുറച്ച് ക്രാക്കി ആയിട്ട്, വളരെയധികം ചെറിയ ചെറിയ പീസസ് ഒക്കെ ആയിട്ട് പോവാണെങ്കിൽ ശരീരത്തിൽ വാതദോഷം നന്നായിട്ട് കൂടുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ കാണുന്നത്. ഇത്തരത്തിലുള്ള ആളുകൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടുള്ള ഭക്ഷണങ്ങൾ നന്നായിട്ട് കഴിക്കുക, അതായത് ചൂടാക്കി ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് ചൂടുവെള്ളം നന്നായിട്ട് കുടിക്കുക, ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. നെയ്യില്ലേ, നെയ്യ് 1-2 ടീസ്പൂൺ വീതം ദിവസവും നെയ്യ് ഇങ്ങനെ 1-2 ടീസ്പൂൺ വീതം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനും കൂടി നോക്കുക.
എക്സസൈസ് അല്ലെങ്കിൽ യോഗ ഇത്തരത്തിലുള്ള കാര്യങ്ങളും ദിവസേന മുടങ്ങാതെ ചെയ്യാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ഒരു കാറ്റഗറിയിൽ പറഞ്ഞതായിരുന്നു മോഷൻ വളരെയധികം ലൂസ് ആയിട്ട് പോവുക, ഒരു ഗ്രീനിഷ് യെല്ലോയിഷ് കളറൊക്കെ ആയിട്ട് കാണുകയാണെങ്കിൽ ശരീരത്തിൽ പിത്തദോഷം കൂടുന്നതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇവര് ശ്രദ്ധിക്കേണ്ടത് ഒരു കൂളിംഗ് ആയിട്ടുള്ള ഭക്ഷണം നന്നായിട്ട് കഴിക്കാനായിട്ട് നോക്കുക. അതായത് ഭക്ഷണത്തിൽ നന്നായിട്ട് സംഭാരം പോലെയുള്ള കാര്യങ്ങൾ, കരിക്കിന്റെ വെള്ളം ഇതൊക്കെ നന്നായിട്ട് കുടിക്കുക. കാരണം ഇത് കുറച്ച് കൂളിംഗ് ആയിരിക്കും. അതുപോലെ സ്ട്രെസ് നന്നായിട്ട് എടുക്കുന്നവരാണ്, നന്നായിട്ട് ദേഷ്യം കൂടുതലൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ അത് നന്നായിട്ട് കുറയ്ക്കാനും കൂടി നോക്കുക. മൂന്നാമത്തെ ഒരു കാറ്റഗറിയിലേക്ക് കിടക്കുകയാണെങ്കിൽ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള മോഷൻസ്, മലത്തിൽ കുറച്ചൊരു മ്യൂക്കസ് മിക്സ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ കഫദോഷം കൂടിയിട്ടുള്ളവരാണ് ഇവര്. കുക്ക് ചെയ്തിട്ടുള്ള ഭക്ഷണം നന്നായിട്ട് കഴിക്കുക, എപ്പോഴും നന്നായിട്ട് പാകം ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കുക, സൂപ്പ് പോലെയുള്ള കാര്യങ്ങൾ കുടിക്കുക, ചെറിയ ചൂടോട് കൂടി ഭക്ഷണങ്ങൾ നന്നായിട്ട് കഴിക്കാനും കൂടി നോക്കുക. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങളിപ്പോ ദിവസേന ഈ ദിവസത്തില് ഡേ ടൈമിൽ നന്നായിട്ട് ഉറങ്ങുന്നവരാണെങ്കിൽ, ഒരു 2 മണി 3 മണി നേരത്തൊക്കെ എന്നും ഉറങ്ങുന്നവരൊക്കെ ആണെങ്കിൽ അത് പരമാവധി ഒഴിവാക്കാനും കൂടി നോക്കുക. ഇത് ശരീരത്തിന്റെ കഫത്തിനെ നന്നായിട്ട് കൂട്ടാനുള്ള വളരെയധികം ചാൻസസ്. അടുത്ത കാറ്റഗറിയാണ് ബ്ലീഡിങ്ങോട് കൂടിയിട്ടുള്ള മലം, അതായത് ബ്ലഡ് കാണുന്ന ഒരു മലം, ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്കിഷ് ബ്രൗൺ പോലുള്ള മലം. ഇത്തരത്തിലുള്ള ആളുകൾ കുറച്ച് കൂളിംഗ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നന്നായിട്ട് ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. അതുപോലെ നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കണം. കാരണം ഇത് ഒരു ദിവസം വന്നു 2 ദിവസം വന്നു ഇത് വീണ്ടും വീണ്ടും വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക. അടുത്ത 2 കാറ്റഗറി ഞാൻ ഒരുമിച്ചാണ് കേട്ടോ പറയുന്നത്. അതൊരു മിക്സഡ് ആയിട്ടുള്ള സ്റ്റൂള്, ലൂസ് മോഷൻ, കോൺസ്റ്റിപ്പേഷൻ, ഇങ്ങനെ മിക്സഡ് ആയിട്ടുള്ള ഒരു സ്റ്റൂള്, മലം പോകുന്ന സമയത്ത് നല്ലൊരു പെയിൻ, ഇത്തരത്തിലുള്ള ആളുകളാണെങ്കിൽ ദഹിക്കാൻ ഈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നന്നായിട്ട് കഴിക്കുക, ഭക്ഷണത്തിൽ നന്നായിട്ട് വെള്ളം നന്നായിട്ട് കുടിക്കുക, ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നന്നായിട്ട് കഴിക്കുക, എക്സസൈസ് പോലെയുള്ള കാര്യങ്ങൾ എന്നും നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എക്സസൈസ് അല്ലെങ്കിൽ യോഗ പോലെയുള്ള കാര്യങ്ങൾ. ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവരാണെങ്കിൽ അവരും ഒഴിവാക്കാൻ നോക്കുക. പിന്നെ ഞാൻ എഗെയിൻ പറയുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങളുടെ പ്രശ്നം സോൾവ് ആയില്ല എങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനും കൂടി തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അവസാനത്തെ കാറ്റഗറിയാണ് മലത്തിൽ നന്നായിട്ട് ഒരു ബ്ലഡ് കലർന്നത് പോലെ കാണുക, അല്ലെങ്കിൽ ഒരു ഡാർക്ക് ബ്രൗൺ കളർ, ബ്ലാക്കിഷ് ബ്രൗൺ കളർ, ഇത്തരത്തിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ഇത് പലതരം ഇന്റേണൽ ബ്ലീഡിംഗ് കൊണ്ട്, അല്ലെങ്കിൽ ഈ ഹെമറോയിഡ്സ് കണ്ടീഷൻ വരില്ല, അതായത് പൈൽസ്, ഫിഷർ, ഇത്തരം കണ്ടീഷൻ വരുമ്പോഴും മലത്തിൽ കുറച്ച് ബ്ലഡ് കലർന്നിട്ട് കാണാനായിട്ട് സാധിക്കും. ശരീരത്തിൽ നന്നായിട്ട് ചൂട് കൂടും തോറും ഇതേപോലെ ഒരു ബ്ലാക്കിഷ് ബ്രൗണിഷ് ആയിട്ടുള്ള മലം ശരീരത്തിന് നന്നായി ചൂട് കൂടുമ്പോഴും കാണാനായിട്ട് പറ്റും. പിന്നെ മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കഴിക്കുന്ന ചിലതരം ഫുഡ് ഉണ്ടല്ലോ, അതായത് ചീര, ബീട്രൂട്ട്, ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴും മലത്തിൽ ചെറിയൊരു റെഡിഷ്നെസ് കണ്ടുവരുന്നതാണ് കേട്ടോ. പക്ഷേ നോർമലായിട്ട് ഒരു ദിവസം 2 ദിവസം ഇങ്ങനെ കണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഭക്ഷണത്തിൽ നിന്നാണ്. പക്ഷെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണേണ്ടതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാനിവിടെ പറഞ്ഞിട്ടുള്ള ലാസ്റ്റ് 3 കാറ്റഗറി ഉണ്ടല്ലോ, അതായത് ക്രോണിക് ബൗൾ ഡിസീസസ്, IBS, ഇത്തരത്തിലുള്ള ബ്ലീഡിങ്, ഈ 3 കണ്ടീഷൻ കുറച്ചൊരു മെഡിക്കൽ അഡ്വൈസ് കൊടുക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. കാരണം ചില സമയങ്ങളിൽ നമ്മൾ എത്രത്തോളം കൺട്രോൾ ചെയ്താലും നമുക്ക് ഇതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെഡിസിൻസും അല്ലെങ്കിൽ ട്രീറ്റ്മെന്റും ചെയ്താൽ മാത്രമേ ഇത് നല്ല രീതിയിൽ മാറുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം സ്വന്തം റിസ്കിൽ മാത്രം എടുക്കരുത്, ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള 3 കാറ്റഗറി, ഈ ഒരു 3 കാറ്റഗറി നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിലും ഡയറ്റ് സ്റ്റൈലിലും നല്ല രീതിയിൽ മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇൻഫോർമേറ്റീവ് ആയെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം, എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നമസ്കാരം.